നമ്മുടെ സ്കൂളിൽ രക്ഷിതാക്കൾ പൊതുവേ ഒരു പരാതി പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ വീട്ടിലെത്തിയാൽ വായിക്കുന്നില്ല എന്നുള്ള കാര്യം. അതേസമയം കുട്ടികൾ പരീക്ഷ നടത്തി നോക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ അവർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എന്തായിരിക്കും ഇതിനൊരു കാരണം? ഈ പാരന്റിന്റെ ജനറേഷനും കുട്ടിയുടെ ജനറേഷൻ തമ്മിലുള്ള ഗ്യാപ്പിന്റെ പ്രശ്നമാണിത്. കുട്ടിയുടെ പഠന രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പാരൻസ് മനസ്സിലാക്കുന്നില്ല. നമ്മളൊക്കെ ചെയ്തതുപോലെ വായിച്ച് പഠിക്കുക തന്നെയാണ് വേണ്ടത് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് പാരൻസിനുള്ളത്. പലതും വായിക്കുകയല്ല, ചിന്തിക്കുകയാണ് പുതിയ കാലത്ത് ചെയ്യേണ്ടത്. ഇതാണ് ഒരു കാരണം. പക്ഷേ ഈ കാരണം കൊണ്ട് മാത്രമല്ല കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രത്യേകത. കാരണം കുട്ടികൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് പണ്ട് ഒരു അഭിമാനമായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ തല തിരിച്ചാണ്. നല്ലപോലെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന കുട്ടി ക്ലാസ്സിലെ ഒരു കണ്ണാപ്പി എന്നാണ് കുട്ടികളുടെ ഭാഷയിൽ തന്നെ പറയാം. നമ്മൾ പഠിപ്പിസ്റ്റ് എന്ന് വിളിച്ചിരുന്ന കുട്ടിയെ ഇപ്പോൾ കണ്ണാപ്പി എന്നാണ് വിളിക്കുക. അതുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിലൊക്കെ വന്നിട്ട് പറയാം, ഞാൻ തീരെ പഠിച്ചില്ല, ഒന്നും പഠിക്കാൻ പറ്റിയില്ല, എന്നാൽ ഉറങ്ങിപ്പോയി എന്നൊക്കെ ആയിരിക്കും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ കുട്ടിക്ക് ഭയങ്കര മാർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവായും പോസിറ്റീവിനെ നെഗറ്റീവുമായി കാണുന്നൊരു കാലം കൂടിയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം എൻ്റെ കോളേജിലെ ടീച്ചേഴ്സ്, മുതിർന്ന, അതായത് ഞങ്ങളുടെ ജനറേഷനിലെ ടീച്ചേഴ്സിലെ ലേഡി ടീച്ചേഴ്സിൻ്റെ മാത്രം ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് ഏഞ്ചൽസ് എന്നാണ്. അതേ കോളേജിൽ തന്നെ പെൺകുട്ടികളുടെ മാത്രമുള്ള ഗ്രൂപ്പിൻ്റെ പേര് ഡെവിൾസ് എന്നാണ്. നമ്മൾ ഓരോ കാര്യം എടുത്തു നോക്കൂ. ബസ്സിൻ്റെ പേര് ഇപ്പം ചെകുത്താൻ എന്നാണ് ബസ്സിൻ്റെ പേര്. പണ്ട് ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എഴുതി വെക്കാറുണ്ടായിരുന്നത് ഈ പാവം പോയിക്കോട്ടെ എന്നായിരുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷൻ്റെ ബാക്കിൽ കൊമ്പൻ വരുന്നുണ്ട് വഴി മാറിക്കുമെന്ന്. നേരത്തെ നമ്മൾ പോസിറ്റീവായി കണ്ട ഈ മാലാഖമാർ ഇപ്പം നെഗറ്റീവും, ചെകുത്താൻ പോസിറ്റീവായിരുന്നു. ഇത് എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യത്തിലുണ്ട്. നേരത്തെ നന്നായി പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് അഭിമാനമായിരുന്നു എങ്കിൽ ഇപ്പം നന്നായി പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നതിലാണ് അവർക്ക് നാണക്കേടുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കൾ പോലും കാണാതെ പഠിക്കണമെന്നാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും വിചാരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ അല്ലാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു നടക്കുന്ന കുട്ടികളുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ വായിക്കുന്നില്ല എന്നാൽ മാർക്കുണ്ട് എന്ന കേസിലാണ് ഇക്കാര്യം. വായിക്കുന്നില്ല, മാർക്കില്ല എങ്കിൽ അവർക്കാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ്ങും പാരൻറ്റിങ്ങിൻ്റെ പുതിയ രീതികളൊക്കെ പഠിക്കേണ്ടത്. അതിനുള്ളൊരു ശ്രമമാണ് രക്ഷിതാക്കളും സ്കൂളുകളും ഒക്കെ നടത്തേണ്ടത്.